ലാൽ സലാം ദിലീപ് നായകനെ എത്തുന്ന ബബബ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന നടനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിലേക്ക് ഉള്ള കണ്ണുകൾ മുഴുവനും അദ്ദേഹത്തെ നോക്കി തന്നെയാണ്. ഇവിടെ നമുക്ക് ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെയാണ് സിനിമയെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ. എന്താണെങ്കിലും ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ തന്നെ സിനിമ നിൽക്കുന്നു. അതുപോലെ തന്നെ ദിലീപിൻ്റെ മികച്ച പ്രകടനം തന്നെ ഹൈലൈറ്റ് ആകുന്നു ഫസ്റ്റ് ഹാഫിൽ. അതായത് ഇതുവരെ നമ്മൾ കണ്ടത് ഏറെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ല ഒരു ചിത്രം ദിലീപിൽ നിന്ന് ഒരു എനർജറ്റിക് പെർഫോമൻസ്, അതേപോലെ തന്നെ എല്ലാം കൊണ്ടും മികച്ച രീതിയിലേക്ക് പോകുന്നു. പല റെഫറൻസുകൾ നമുക്ക് സിനിമയിലേക്ക് പോകുന്നു. നേരത്തെ നമുക്ക് ചിന്തിച്ചതുപോലെ തന്നെ പലപ്പോഴും ഷൈലോക്ക് എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു സമീപനമുള്ള ചിത്രമെന്ന് തന്നെ പലയിടത്തും പല റെഫറൻസുകൾ തന്നെ വരുന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം. ആ രീതിയിലുള്ള ഒരു ചിത്രം തന്നെ. എന്തായാലും ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ഈ ഒരു സിനിമ ബോറടിപ്പിക്കാതെ ഫസ്റ്റ് ഹാഫ് നല്ല ലെവലിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ ലാലേട്ടൻ്റെ വരവോടുകൂടി തന്നെ കാര്യങ്ങൾ ഉഷാറാവുകയാണ്. നമ്മളേവരും കാത്തിരുന്നതും അത് തന്നെയാണ്. ആ ഒരു കാഴ്ച കാണാൻ ഒരു ചന്തം തന്നെയാണ്. കാരണം ഇതേപോലെ ഡാൻസ് കളിക്കാൻ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ വേണ്ട മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് മോഹൻലാലിനെക്കാളും മികച്ച ഡാൻസേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡാൻസേഴ്സ് തന്നെയുണ്ട്. പക്ഷേ മോഹൻലാൽ ചുവട് വെക്കുന്നതിൻ്റെ ഏഴയലത്തെ ആർക്കെങ്കിലും ഹൃദയത്തിലേക്ക് കയറുമോ എന്നുള്ളതായിരിക്കാം ഒരു ചോദ്യമായിട്ട് വരുന്നത്. അതെ, അത് തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര ഗംഭീരമായിട്ട് ഒരുപാട് പേർ അഴിഞ്ഞാടിയ ധ്യാൻ ശ്രീനിവാസ്, അതേപോലെ വിനീത് ശ്രീനിവാസ്, അങ്ങനെ തുടങ്ങുന്ന വമ്പൻ താരനിര അഴിഞ്ഞാടിയപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ സിമ്പിളായിട്ട് വന്ന് മോഹൻലാൽ ഒരു കൊലത്തൂക്ക് തൂക്കിയിട്ട് പോകുന്നു. അതെ, സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ട് ലിവറേജ് ചെയ്തിരിക്കുന്നത് ദിലീപിന് മുകളിലും അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് മുകളിലും മോഹൻലാൽ തന്നെയാണ്. സിനിമയുടെ അഭിപ്രായങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയാം. ഏറ്റവും പോസിറ്റീവ് മോഹൻലാൽ തന്നെ. BGM ഒക്കെ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതും പറയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മോഹൻലാലുണ്ടോ, മോഹൻലാലിൻ്റെ പവറുണ്ടോ, ഏത് സിനിമയും നല്ല ലെവലിൽ എത്തും എന്നുള്ളത് ഉറപ്പിക്കാം. അതുതന്നെയാണ് ഇവിടെയും യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു വലിയ താരത്തെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ താരത്തെ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് ഒരു സിനിമ വിജയിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, മോഹൻലാൽ ഇല്ലെങ്കിൽ ഈ സിനിമ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതെ, മോഹൻലാൽ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായും ഉള്ള ഫാക്ടർ എന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരുന്നു എന്ന് മോഹൻലാലിനെ കാണുമ്പോൾ പിന്നീട് ഒന്നും തന്നെ ചെയ്യാനില്ല. അമ്മാതിരി പൊളിച്ചെടുക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.